ഇത് PSG-യിലെ എൻ്റെ അവസാന വർഷമാണ്. ഈ ജേഴ്സിയിലെ എൻ്റെ അവസാന ഹോം മത്സരം ഈ ഞായർ നടക്കും. എൻ്റെ രാജ്യവും ലീഗ് വണ്ണും വിടുകയാണെന്ന ഈ പ്രഖ്യാപനം വളരെ ബുദ്ധിമുട്ടേറിയതാണ്. പക്ഷേ ഇത് അനിവാര്യമാണെന്ന് ഞാൻ കരുതുന്നു. 7 വർഷങ്ങൾക്ക് ശേഷം ഒരു പുതിയ വെല്ലുവിളി ഞാൻ ഏറ്റെടുക്കുന്നു. നിങ്ങളെല്ലാം നൽകിയ സ്നേഹത്തിലാണ് ഞാൻ ജീവിച്ചത്. സമൂഹ മാധ്യമങ്ങളിലൂടെ കിലിയൻ എംബാപ്പയുടെ പ്രഖ്യാപനം കണ്ടവരൊന്നും ഞെട്ടിയില്ല. കാരണം ഏതാണ്ടെല്ലാം നേരത്തെ തീരുമാനമായതാണ്. പോയ വർഷം ജൂണിൽ തന്നെ കരാർ തുടരാൻ താൽപ്പര്യമില്ലെന്ന് എംബാപ്പെ PSG-യെ അറിയിച്ചിരുന്നു. പോയ സമ്മറിൽ സൗദി ക്ലബ്ബായ അൽ ഹിലാൽ 259 മില്യൺ യൂറോ എന്ന ലോക റെക്കോർഡ് തുക മുന്നിൽ വെച്ചെങ്കിലും താരം നിരസിച്ചിരുന്നു. സാന്റിയാഗോ ബെർണബ്യൂവിലെ രാവുകളും മാഡ്രിഡിൻ്റെ തൂവെള്ള ജേഴ്സിയുമാണ് അയാളുടെ കനവുകളിലെന്ന് അന്നേ വ്യക്തമായിരുന്നു. 2017-ൽ മൊണോക്കോയിൽ നിന്നാണ് ഈ അത്ഭുത ബാലനെ PSG കൊണ്ടുവരുന്നത്. 306 മത്സരങ്ങളിൽ PSG-യുടെ കുപ്പായമിട്ട എംബാപ്പെ 255 ഗോളുകളും 108 അസിസ്റ്റുകളും നേടി. കാര്യമായ വെല്ലുവിളികളൊന്നുമില്ലാതെ 6 ലീഗ് കിരീടങ്ങൾ പാരീസിലെത്തിച്ചെങ്കിലും തങ്ങളുടെ സ്വപ്ന കിരീടമായ ചാമ്പ്യൻസ് ലീഗിൽ മുത്തമിടാൻ PSG-ക്കായിരുന്നില്ല. ഈ വർഷം പ്രതീക്ഷകളുണ്ടായിരുന്നുവെങ്കിലും ബൊറൂസ്യ ഡോട്ട്മുണ്ടിന് മുന്നിൽ വീണു. വലിയ സാധ്യതകളുണ്ടായിരുന്നുവെങ്കിലും 2020-ൽ ബയേണിന് മുന്നിൽ തോൽവി. മിന്നുന്നതെല്ലാം ബെർണബ്യൂവിൽ എത്തിക്കുന്ന മാഡ്രിഡിന് എംബാപ്പയിൽ പണ്ടേ കണ്ണുള്ളതാണ്. മൊണോക്കോയിൽ കളിക്കുന്ന കാലത്തെ റയൽ കണ്ണുവെച്ചിരുന്നുവെങ്കിലും താരത്തിന് അന്ന് പാരീസായിരുന്നു താല്പര്യം. അവിടെ അയാൾ രാജകുമാരനായി വാണു. പക്ഷേ അയാളുടെ ലക്ഷ്യം അതിലും വലുതായിരുന്നു. പലകുറി ക്ലബ്ബ് വിടാൻ ഒരുങ്ങിയ നേരത്തെല്ലാം ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ വരെ ഇടപെട്ടാണ് താരത്തെ ഉറപ്പിച്ചു നിർത്തിയത്. എംബാപ്പയില്ലാതെ കളി ജയിക്കാനുള്ള പദ്ധതികളിലാണ് PSG നിലവിലുള്ളത്. പരിശീലകൻ ലൂയിസ് എൻറിക്കെ അത് തുറന്നു പറയുകയും ചെയ്തു. റെന്നസുമായുള്ള മത്സരത്തിനിടെ എംബാപ്പയെ 65-ാം മിനിറ്റിൽ എൻറിക്കെ തിരിച്ചു വിളിച്ചിരുന്നു. പകരക്കാരനായി എത്തിയ ഗോൺസാലോ റോമസ് ഇഞ്ചുറി ടൈം പെനാൽറ്റിയിലൂടെ മത്സരം സമനിലയിലുമാക്കി. മത്സരശേഷം എംബാപ്പയില്ലാതെ കളിക്കുന്നത് ശീലമാക്കുകയാണെന്നാണ് മാധ്യമങ്ങളോട് എൻറിക്കെ പറഞ്ഞത്. 2024 ഒളിമ്പിക്സ് നടക്കുന്നത് പാരീസിലാണ്. ഒളിമ്പിക്സ് ഗ്ലാമറുള്ളതാകാൻ എംബാപ്പെ ഫ്രാൻസ് ജേഴ്സിയിൽ പന്ത് തട്ടണമെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് ക്ലബ് താരത്തെ എടുത്താലും താരത്തെ ഫ്രാൻസിൻ്റെ ജേഴ്സിയിലെത്തിക്കാൻ പരമാവധി സമ്മർദ്ദം ചെലുത്തുമെന്നാണ് ഫ്രഞ്ച് പ്രസിഡന്റ് മാധ്യമങ്ങളോട് പറഞ്ഞത്.